എക്സ്പീരിയൻസ് വേണോ ടെമ്പോ ട്രാവലർ ഓടിക്കാമെന്ന് പലരും ചോദിച്ചെടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒറ്റ മറുപടിയേ ഉള്ളൂ. പണ്ട് കാലത്ത് ടെമ്പോ ട്രാവലർ മുതലാളിമാർ ആർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർക്കും വണ്ടി ഓടിക്കാൻ കൊടുക്കില്ലായിരുന്നു. വേറെ വണ്ടികളിൽ കാണണം ഓടിച്ച് വണ്ടി ഓടിച്ച് കണ്ടാൽ മാത്രമേ വണ്ടി ഓടിക്കാൻ കൊടുക്കുള്ളായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് എടുത്തത്. എനിക്കാരും ഓടിക്കാൻ തന്നിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് എടുത്താണ് ഓടിച്ചത്. കാരണം മറ്റുള്ളവർ തരാത്തതുകൊണ്ട്. ഞാൻ എൻ്റെ ട്രാവൽസിലൂടെ പലരെയും ടെമ്പോ ട്രാവലർ ഡ്രൈവർമാരേക്ക് പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അവരെ ഞാൻ ഇറക്കിയത് എൻ്റെ കൂടെ ഹൈ റേഞ്ചിൽ കൊണ്ടുപോയി ഇങ്ങനെയാണ് ഹൈ റേഞ്ചിൽ ഓടിക്കണ്ടേ എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് അവർ ടെമ്പോ ട്രാവലർ ഓടിക്കാൻ ഇതാണ് ഹൈ റേഞ്ച് നിയമം എന്ന് മനസ്സിലാക്കിയത് ടെമ്പോ ട്രാവലറിൻ്റെ. പിന്നെ മിക്കവരും ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടെമ്പോ ട്രാവലർ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലെന്ന്. ഒരിക്കലും അല്ല. ടെമ്പോ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് പേഴ്സണ് മാത്രം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവറാണോ ടെമ്പോ ട്രാവലർ ഓടിക്കണത്, ബ്രേക്ക് ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവറാണോ ഓടിക്കണത്, ബ്രേക്ക് ഇല്ല. സാധാരണ ഹൈവേയിൽ ഓടിക്കണ പോലെയല്ല ഹൈ റേഞ്ചിലെ നിയമം തന്നെ വേറെയാണ് ടെമ്പോ ട്രാവലറിന്. ആ നിയമം അനുസരിച്ച് ഓടിച്ചാൽ ടെമ്പോ ട്രാവലർ പെർഫെക്റ്റ് ബ്രേക്കാണ്. നിയമം തെറ്റിച്ച് ഓടിച്ചാൽ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയും. അതുകൊണ്ടാണ് കുറേ പേര് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ വിളിക്കുന്നത്. വയസ്സിലെ കാര്യമില്ല. ചിലപ്പോൾ 21 വയസ്സുള്ള പയ്യൻ 150 പ്രാവശ്യം കൊടൈക്കനാലും വാഗമണ്ണും ഊട്ടിയൊക്കെ പോയിട്ടുണ്ടാവും. അവൻ എക്സ്പീരിയൻസ് പേഴ്സണാണ്. അപ്പോൾ പ്രായത്തിൽ കാര്യമില്ല. ഹൈ റേഞ്ച് പോയി പരിചയം വേണം, മസ്റ്റാണ്. പോയി പരിചയം മാത്രം പോരാ, ഓടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. എന്നാലും മാത്രമേ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആവുള്ളൂ കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനി എന്തെങ്കിലും സംശയം ചോദിച്ചോ. ഞാനിപ്പോൾ ഏതായാലും ബസ് ഓടിക്കാൻ കയറി കയറി കഴിഞ്ഞാൽ 11 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ റിപ്ലൈ തരാം. ഓക്കെ, പറഞ്ഞോളെ.